എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അച്യുതനും ഭൂമിയും കൂടെ രാവിലെ ജോഗിങ്ങിന് പോയിരിക്കുകയാണ്. ഭൂമി ഓടി വരുന്നത് കണ്ട് അച്യുതൻ ഇങ്ങനെ പറയുന്നു, മതി മതി നിർത്ത്, ഇന്നത്തെ ജോഗിങ്ങിനൊരു ഉഷാറില്ല, പണ്ടത്തെ പോലെ തമാശയും ചിരിയും ഒക്കെ കുറവാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് പറയാനായിട്ട് അച്യുത ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലെന്നാണ് ഭൂമിയുടെ മറുപടി. എന്നാവാ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് അച്യുതൻ പറയുമ്പോൾ അതിന് ഈ CCTV സ്റ്റാർട്ടാവുമെന്ന ഭൂമി ചോദിക്കുന്നത്. മറുപടി അച്യുതൻ, നീ അധികം കളിയാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ നടന്നതാകട്ടെ ഭൂമി പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും കാറിന് ഒരു അനക്കവും ഇല്ല. കാറിന് എന്താ പറ്റിയതെന്ന് അറിയാനായിട്ട് അച്യുതൻ പുറത്തിറങ്ങി കാർ മൊത്തത്തിലൊന്ന് പരിശോധിക്കുന്നു. ഇപ്പോൾ ഭൂമി ഒന്ന് അച്ഛനോടെ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഈ കാറും ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറയാമെന്ന് അച്ഛൻ സമ്മതിച്ചതല്ലേ? അതിനുള്ള സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാമെന്നാണ് അച്യുതൻ പറയുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ അച്യുതൻ ചുമച്ച് ചോറ് തുപ്പുന്നു. ഇത് കാണുന്ന ഭൂമി പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് മറ്റൊരു ടാക്സി വിളിച്ച് അച്യുതനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അച്യുതനെ കൺസൾട്ട് ചെയ്ത ശേഷം ഇപ്പോൾ ഡോക്ടർ ഭൂമിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അച്ഛനെ രക്ഷിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ മരണത്തിന് വിട്ട് കൊടുക്കേണ്ടി വരും. ഇത് കേട്ടപാട് ഭൂമി, അച്ഛനില്ലാത്ത നാളുകളെ പറ്റി എനിക്ക് ആലോചിക്കാനേ കഴിയില്ലെന്ന് ഡോക്ടറോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊരു ലെറ്റർ എഴുതരാം, എനിക്ക് പരിചയമുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ശേഷം ഭൂമി ആ ലെറ്റർ മേടിക്കാനായി പുറത്ത് കാത്തു നിൽക്കുന്നു. പുറത്തേക്ക് ചെല്ലുന്ന ഭൂമിയോട് അച്ഛനും ചോദിക്കുന്നുണ്ട്, മോളെ എന്താ പ്രശ്നം? ഇതിപ്പോൾ കൂടെ കൂടി ആയല്ലോ, ഇങ്ങനെ രക്തം ഛർദ്ദിക്കുന്നത്. അത് വേറൊന്നുമില്ലെന്നും അൾസറാണെന്നുമാ ഭൂമി അച്ഛനോട് പറയുന്നത്. കാർ എന്തായാലും വഴി കിടക്കുമല്ലേ, ഞാൻ വർക്ക്ഷോപ്പിൽ വിളിച്ച് പറയട്ടെന്നും പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് പിന്നീട് പോകുന്നു. ഫോൺ ചെയ്ത ശേഷം ഭൂമി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആ കാറും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? അച്ഛനത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നഴ്സ് വന്ന് ഡോക്ടർ വിളിക്കുന്നത് ഭൂമിയെ അറിയിക്കുന്നു. അങ്ങനെ ഭൂമി അകത്തേക്ക് പോകുമ്പോൾ അച്യുതൻ ആലോചിക്കുന്നത് പഴയ കാര്യങ്ങളാണ്. ഭൂമിയും ആ കാറും തമ്മിലുള്ള ബന്ധം ഭൂമിയെ അറിയിക്കണോ വേണ്ടിയോ എന്ന്. പണ്ടൊരിക്കൽ സത്യദാസിൻ്റെ മകളായിട്ടുള്ള അഭിരാമിയെ ഭവാനി കൊല്ലാൻ ഏൽപ്പിച്ചതും ആ കുട്ടി മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തൻ്റെ സുഹൃത്തുക്കളുമൊത്ത് ഇങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഭവാനിക്ക് അയച്ചു കൊടുത്തതും ഇതൊക്കെയാണ് അച്യുതൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ സമയത്ത് തന്നെ കമൽ അച്യുതനെ കൊല്ലാനായിട്ട് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അയാളാകട്ടെ ഒരു കത്തിയുമായി അച്യുതൻ്റെ പിന്നാലെ അച്യുതനെ കുത്താനായി ചെല്ലുന്നു. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് വരുന്ന ഭൂമിയുടെ ഇടപെടൽ കാരണം അയാൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന അച്യുതനെയും ഭൂമിയെയും കമൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഭൂമി സ്കൂട്ടി എടുക്കാനായിട്ട് അവിടെ നിന്ന് പാർക്കിങ്ങിലേക്ക് പോയപ്പോൾ വീണ്ടും അയാൾ അച്യുതനെ കൊല്ലാനായി ഒരു ശ്രമവും കൂടി നടത്തുന്നുണ്ട്. എന്നാൽ അതും സഫലമാവുന്നില്ല. അതിനുശേഷം അച്യുതനും ഭൂമിയും സ്കൂട്ടിയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം എന്നത്തെയും പതിവ് പോലെ ഭൂമി തന്നെ കോഫി ഷോപ്പ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ സമയത്താണ് ഭൂമിക്ക് ഒരു ഓർഡർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നത്. 15 ചായ, വട, അതേപോലെ ഉണ്ണിയപ്പം ഇതെല്ലാം വേണമെന്ന് ഒരു പോലീസുകാരൻ ആവശ്യപ്പെടുന്നു. എത്തിക്കാമെന്ന് ഭൂമി മറുപടിയും പറയുന്നു. അതിനുശേഷം അങ്ങോട്ടേക്ക് വരുന്ന അജയെ കണ്ടപാടെ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ വിശേഷം? മറുപടിയെ അജയ് തിരിച്ച് ഭൂമിയെ കളിയാക്കിക്കൊണ്ട്, എന്താ നിനക്ക് വല്ല വിശേഷമുണ്ടോ? പൊങ്കാലിടാൻ വേണ്ടിയാണെന്നാണ് അജയ് പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അജയ് അകത്തേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ട ശേഷം ഭൂമി ആലോചിക്കുന്നുണ്ട്, എന്തോ പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഓർഡർ കിട്ടിയത്. എന്താണെന്ന് മനസ്സിലാവാതെ ഭൂമി അവിടെ തന്നെ നിൽക്കുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കയറിയ അജയെ കാത്തിരുന്നത് ഒരു സ്വീകരണം തന്നെയായിരുന്നു. കൂടെയുള്ള സഹപ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് മാലയും ബൊക്കയും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അജയെ അത് അണിയിക്കാൻ പോകുമ്പോൾ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയുന്നു, നമുക്ക് ഭൂമിയെ കൂടി വിളിച്ചാലോ? ഭൂമിയല്ലേ ഈ കേസിനൊരു ലീഡ് തന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന അജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചെറിയൊരു ആശംസാ പ്രസംഗവും എല്ലാം ഒക്കെ കഴിഞ്ഞ് അജയെ ആദരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭൂമി അങ്ങോട്ടേക്ക് ക്ലാപ്പ് ചെയ്തുകൊണ്ട് കയറി വരുന്നത്. കൺഗ്രാജുലേഷൻസ് സാർ, എന്തായാലും ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ എനിക്കും കഴിഞ്ഞല്ലോ. ഭൂമിക്ക് കൂടി കിട്ടേണ്ട അംഗീകാരം തനിക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നു എന്നുള്ള ചമ്മലോടുകൂടി അജയ് അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് പോലീസുകാരും എല്ലാവരും തന്നെ പിരിഞ്ഞു പോകുന്നു. ഈ സമയം ആൽഫ്രഡും അജയും അജയുടെ മുറിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടോ പിണങ്ങി എന്നോണം ഇരിക്കുന്ന അജയോടെ ആൽഫ്രഡ് ചോദിക്കുന്നു, നിനക്ക് ഈഗോ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടല്ലേ? ഈ കേസ് തെളിയിച്ചതിൽ ഭൂമിക്കൊരു പങ്കില്ലെന്നാണ് ആൽഫ്രഡ് ചോദിക്കുന്നത്. മറുപടിയായി അജയ്, ചെറിയൊരു പങ്കൊന്നുമല്ല, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഭൂമിക്കുള്ളതാണ്. പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് എൻ്റെ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റ് അനുവദിക്കുന്നില്ല. പഴയ അജയെ എനിക്ക് എവിടെ വെച്ചോ നഷ്ടമായിരിക്കുന്നു. ആലോചിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതിനുശേഷം അജയ് ആൽഫ്രഡിനോടായി ഇങ്ങനെ പറയുന്നു, ഡയന അവളോടുള്ള ചങ്ക് പറിച്ച് കാണിച്ച പ്രണയം
എല്ലാം തന്നെ എൻ്റെ ക്യാരക്ടറിനെ മാറ്റിമറിച്ചു. അതിനുശേഷം അജയ് ആൽഫ്രഡിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയോട് സോറി പറയണോ? മറുപടി ആൽഫ്രഡ് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഈ സമയത്താണ് ഭൂമി ചായയും മറ്റു പലഹാരങ്ങളും എല്ലാമായി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറുന്നത്. അവിടെയുള്ള പോലീസുകാർക്ക് ഓരോന്നെടുത്ത് കൊടുത്ത ശേഷം ഭൂമി അജയുടെ റൂമിലേക്ക് കയറാൻ ആദ്യമൊന്നും മടിക്കുന്നു. അവിടെയുള്ള ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഞാനാണ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത്. എന്നാൽ അത് തിരുത്തിക്കൊണ്ട് ഭൂമി, അല്ല, ഞാൻ കുറച്ച് ഓവർ സ്മാർട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ സാറിനെ കൊണ്ടെന്തായാലും സോറി പറഞ്ഞേക്കാം. അജയ്ക്ക് ചായ കൊടുക്കാനായിട്ട് റൂമിനകത്ത് കയറുമ്പോൾ അവിടെ ആൽഫ്രഡും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ചായ കൊടുത്ത ശേഷം അജയോടായി ഭൂമി പറയുന്നു, സോറി. ഇത് കേൾക്കുന്ന അജയും തിരിച്ച് സോറി പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുന്ന ഭൂമിയോടായി അജയ് സോറി പറഞ്ഞ് അങ്ങ് പോവാണോ? ഈ കേസ് തെളിയിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റ് തനിക്കുള്ളതാണെന്നാണ് അജയ് പറയുന്നത്. എന്നാൽ ഇത് കേട്ടപാട് ഭൂമി, അയ്യോ സാർ, ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. മാത്രമല്ല ഇങ്ങനെ സൗമ്യമായിട്ട് സാർ ഇടപഴകുന്നത് കാണാനായിട്ട് ഒരു ചേരുമില്ല. സാർ ഈ ചായ കുടിക്കെന്നും പറഞ്ഞ് അവൾ മേശപ്പുറത്ത് വെച്ച് ചായ എടുത്ത് അജയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടപാടെ അജയ് അവളുടെ നേർക്ക് ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.